ഹലോ, മൊമെൻറ്റ്സ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഒരു വിഷുക്കാലം കൂടി വരവായി അല്ലേ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വിഷുസദ്യ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് ഏപ്രിൽ 11 ഫ്രൈഡേ ഈവനിങ് തൊട്ട് നമ്മുടെ സദ്യ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നാളെയും മറ്റന്നാളും എല്ലാം പല ഗ്രൂപ്പിനൊപ്പം നമുക്ക് സദ്യയുണ്ട്. നമ്മുടെ വിഷു കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് കൊണ്ടുപോകാൻ പോണത്. ഓണത്തിൻ്റെ ഒരെണ്ണം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതേപോലെയൊക്കെ തന്നെയാണ് ബേസിക്കലി ഇതും വിഷുവും നമ്മൾ ആഘോഷിക്കാറുള്ളത്. അപ്പം ഇതെല്ലാം കൂടെ പല ഗ്രൂപ്പിൻ്റെ ഒപ്പമുള്ള വിഷുവിൻ്റെ എല്ലാ വിഷ്വൽസും കൂടെ ഞാൻ കമ്പൈൻ ചെയ്ത് ചെറിയൊരു വീഡിയോ ആക്കി ഒന്നിച്ചൊരു വ്ലോഗായിട്ടായിരിക്കും ചെയ്യുന്ന. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് വിശേഷങ്ങൾ. വിഷു വിശേഷങ്ങൾ കണ്ടാലോ. സാക്ഷിയുടെ ഫസ്റ്റ് വിഷു ആയിരുന്നു ഇത്തവണ. ഫസ്റ്റ് എന്നുള്ളത് ഒരിക്കലും മാത്രം വരുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ ചെറിയൊരു വിഷുക്കണിയൊക്കെ വെച്ചിരുന്നു അവളെ കാണിക്കാൻ. അതാണ് ഇത്. സാധാരണ രാവിലെ തന്നെ ഞാൻ എല്ലാവരെയും കണ്ണൊക്കെ പൊത്തി കണി കാണിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് അതൊന്നുമില്ല. ഇത്തവണ സാക്ഷി എണീറ്റപ്പോൾ അമ്മ കൊണ്ടുപോയി കണി കാണിച്ചു. രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വൈകി സാധാരണ പ്രാർത്ഥിക്കാറുള്ളത് പോലെ വന്ന് പ്രാർത്ഥിച്ചു, അത്ര തന്നെ. ഒരു ഹാപ്പി വിഷു പറയോ, ഒരു ഹാപ്പി വിഷു. ഇതായിരുന്നു 2025 ആദ്യത്തെ ഞങ്ങളുടെ ഗെറ്റ് ടുഗെദർ. ആസ് യൂഷ്വൽ ഞങ്ങൾ 3 മങ്കീസും പിന്നെ ഐസ ആൻഡ് ഗ്രീഷ്മയ്ക്ക് അന്ന് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നിതിനും അച്ഛനും എത്തിയിരുന്നു. ഈ 5 ഫാമിലിയിലും ഒരാളുടെയെങ്കിലും പാരൻസ് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ഹൈലൈറ്റ്. ഒരുപാട് ആളും ബഹളവും ഇല്ലാത്ത വളരെ ചെറിയ ഒരു സ്പെഷ്യൽ സദ്യ അതായിരുന്നു ഇത്. ഇത് കണ്ടോ, എല്ലാവരുടെയും കയ്യിലും ഉണ്ട് ഓരോ പീക്രി ട്രോഫീസ്. വർഷത്തിൽ 2 തവണയാണല്ലോ നമ്മുടെ സെറ്റ് സാരി, കുർത്ത, പട്ടുപാവാട സീസൺ, വിഷുവും ഓണവും. അപ്പം പിന്നെ ഫോട്ടോ എടുക്കുക എന്നുള്ളത് മാൻഡേറ്ററിയാണ്. കഴിഞ്ഞ 9 വർഷങ്ങളായി ഞാൻ ഇവിടെ US-ലാണ് വിഷു കൂടിയിട്ടുള്ളത്. അതിനു മുമ്പുള്ള കുറച്ച് വർഷങ്ങൾ കോളേജിലും അതേപോലെ തന്നെ ജോലി സ്ഥലങ്ങളിലുമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ വിഷുവിൻ്റെ പഴയ ഓർമ്മകൾ വളരെ ചെറുപ്പത്തിലേതാണ്. അതായത് സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു കാലം. ഈ വിഷു സദ്യയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഓലൻ, തോരൻ, പച്ചടി, കിച്ചടി, സാമ്പാർ, അവിയൽ എന്ന് വേണ്ട എല്ലാ ഐറ്റംസിനും ഒരു സ്പെഷ്യൽ ടേസ്റ്റ്. അമ്മ കൈപുണ്യം. എല്ലാവരുടെയും അമ്മമാർ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മമാരുടെ കൈപുണ്യം ഈ ഓരോ ഡിഷിനും ഉണ്ടായിരുന്നു. ഷിബിൻ്റെ അമ്മ ഉണ്ടാക്കിയ പുളിയിഞ്ചി അതൊന്നും പറയാനില്ല, സൂപ്പർ. സൂപ്പർ സൂപ്പർ. ഈ വിഷു സീസണിലെ ഫസ്റ്റ് സദ്യ ആയിരുന്നുകൊണ്ട് എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്താൽ കഴിച്ചത്. അടിപൊളി. ഇനിയിപ്പം പതുക്കെ എൻ്റെ ഇത് പറഞ്ഞു എത്ര നല്ലതാണെങ്കിലും കഴിക്കുമ്പം അത്ര ഇത് ഫീല് തോന്നുന്നില്ല. ഇതാണ് നോവ. ഷിബിൻ്റെയും ഐസയുടെയും മോനാണ് നോവ. സാക്ഷിയും നോവയും തമ്മിൽ ഏകദേശം 1.5 മാസത്തെ പ്രായത്തെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. അവർ തമ്മിൽ നല്ല കൂട്ടായി. അങ്ങനെ അടിപൊളി ഒരു സദ്യ കഴിച്ചു. വളരെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒന്നിച്ച് കുറച്ച് സമയം ചെലവഴിച്ചു. ചുരുക്കി പറഞ്ഞാൽ മനസ്സും വയറും ഒരേപോലെ നിറഞ്ഞു. ഈ വർഷത്തെ ആദ്യത്തെ കൈനീട്ടം നിതിനങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയ സന്തോഷത്തിൽ വൈകിയും. നെക്സ്റ്റ് ഡേ, അതായത് ഏപ്രിൽ 12-ാം തീയതി ഉച്ചയ്ക്ക് നമുക്ക് അടുത്ത പോട്ട്ലക്ക് ഉണ്ടായിരുന്നു. അത് ദിവ്യ ചേച്ചിയുടെ നകുലേട്ടൻ്റെയും വീട്ടിലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് അവരുടെ വീട്ടിൽ പോകുന്നത്. ഈ വീടിൻ്റെ ഹൈലൈറ്റ് ബാക്ക് പാറ്റിയിൽ നിന്നുള്ള ലേക്ക് വ്യൂ ആയിരുന്നു കേട്ടോ. മുമ്പ് പറഞ്ഞു നിർത്തിയില്ലേ വിഷു ഓർമ്മകൾ. അതെ, വിഷുവിന് ഏകദേശം 1 മാസം മുമ്പേ തന്നെ വീട്ടുമുറ്റത്തെ കണിക്കൊന്നകൾ സ്വർണ്ണപ്പട്ടുടുത്തതുപോലെ പൂക്കളാൽ നിറയും. അന്ന് മുതൽ തുടങ്ങിയായി മനസ്സിൽ വിഷുക്കാലം. പുത്തനുടുപ്പും വിഷുക്കണിയും കൈനീട്ടവും അമ്മ വീട്ടിലേക്കുള്ള യാത്രയും ഒക്കെയാണ് പിന്നീട് മനസ്സ് മുഴുവൻ. വിഷുവിന് ഒരാഴ്ച മുമ്പ് തന്നെ വീട് വിഷുവിനായി ഒരുങ്ങലായി. വീടും വീട്ടുവളപ്പും അടിച്ചും തുടച്ചും വൃത്തിയാക്കിയും ഉരുളികളും വിളക്കുകളും കഴുകി വൃത്തിയാക്കിയും തലേന്ന് കണിക്കൊന്ന മരത്തിൽ കയറി നല്ല ഭംഗിയുള്ള പൂങ്കുലകൾ തന്നെ പറിച്ചെടുത്തും വിഷുക്കണിക്കായി നമ്മൾ റെഡിയാവും.
ഞാൻ ഈ വർഷത്തെ രണ്ടാമത്തെ വിഷുസദ്യയും ദാ ഇവിടെ കഴിഞ്ഞു. കുറച്ച് നല്ല ഓർമ്മകൾ കൂടി മെമ്മറി ബോക്സിലേക്ക് കരുതി വെച്ച് ഞങ്ങൾ പിരിഞ്ഞു. അന്നക്കുട്ടി സ്റ്റൈലിന് കുറവൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. വീണ്ടും ഒരു വിഷസദ്യ കൂടൽ. സദ്യ കഴിച്ച് മടുത്താലും സൗഹൃദങ്ങൾ മടക്കില്ലല്ലോ. ഹാപ്പി വിഷു, ഹാപ്പി വിഷു പ്രൈകുട്ട. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് ഈ മുഖങ്ങളെല്ലാം പരിചിതമായിരിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് ആരെയും ഞാനിവിടെ പരിചയപ്പെടുത്തുന്നില്ല. അമ്മമ്മ വെയിറ്റ് ചെയ്തിരിക്കും വീഡിയോ കാണാൻ. എല്ലായ്പ്പോഴും പോലെ തന്നെ കുട്ടികളൊക്കെ സദ്യയ്ക്ക് മുമ്പിൽ നിരന്നിരുന്നു കഴിഞ്ഞു. അവരെ കഴിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ ടാസ്ക്. അത് കഴിഞ്ഞാൽ മുതിർന്നവർക്കെല്ലാം സ്വസ്ഥമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാം. വീഡിയോ വരുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ സജുവേട്ടൻ പണിയെടുക്കുന്നത് കണ്ടോ? അപ്പോൾ കേൾക്കാതെ പോയ പല കോമഡികളും ഞാൻ കേൾക്കുന്നത് ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുമ്പോഴാണ്. കോമഡി മാത്രമല്ല കേട്ടോ, വീഡിയോസ് ആയാലും റീൽസ് ആയാലും അത് എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ചുണ്ടിൽ എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാവും. ആശ ചേച്ചിയും സജീഷേട്ടനും കുട്ടികളും എത്താൻ അന്ന് കുറച്ച് വൈകിയിരുന്നു. വേറൊന്നുമല്ല കേട്ടോ, അവരെല്ലാ സൺഡേയിലും ചർച്ചിൽ പോകുന്നവരാ. അത് കഴിഞ്ഞിട്ടാണ് ഓടി പിടിച്ച് ഇവിടെ എത്തിയത്. ഇത്തവണ വളരെ അസാധാരണമായി നടന്നു എന്ന് പറയാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ആണുങ്ങളാണ് ഇത്തവണ ആദ്യത്തെ പന്തിയിൽ സദ്യ കഴിക്കാനിരുന്നത്. സാധാരണ ലേഡീസ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളെല്ലാവരും ഇരുന്ന് കഴിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. ഇത്തവണ അതിനൊരു വ്യത്യാസം ഉണ്ടായി. അതിന് പിന്നീട് ഞങ്ങൾക്ക് റിഗ്രറ്റ് തോന്നി. കാരണം കഴിക്കുന്നതിനിടയ്ക്ക് വേഗം കഴിക്കുക എന്ന് പറഞ്ഞ് സ്വസ്ഥത തന്നിട്ടില്ല ഞങ്ങൾക്ക്. എൻ്റെ അമ്മയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഇത് അഞ്ജുവിൻ്റെ അമ്മയും അച്ഛനുമാണേ. സദ്യ കഴിപ്പിക്കുന്ന ടാസ്ക് പോലെ തന്നെയാണ് ഈ കുട്ടികളെ ഒന്നിച്ച് നിർത്തി ഫോട്ടോ എടുക്കുന്നതും. ഒന്ന് തെക്കോട്ട് നോക്കുമ്പം മറ്റൊന്ന് വടക്കോട്ട് നോക്കും. പോരാത്തതിനിപ്പം ചെറിയ പീക്കറി കുട്ടികളും കൂടി ഉള്ളതുകൊണ്ട് നല്ല പാടാണ് അതും. ഇതിലും ഭേദം. ഈ വീഡിയോ ഒക്കെ എടുത്തത് വൈകിയാണേ. പറയാൻ പറ്റില്ല, ഒരു കുട്ടി ബ്ലോഗറാകാനും സാധ്യതയുണ്ട്. ഇത്തവണ ഞങ്ങളുടെ വിഷു പോട്ട്ലക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അഞ്ജുവിൻ്റെയും വിഷ്ണുവിൻ്റെയും കമ്മ്യൂണിറ്റിയിലുള്ള കമ്മ്യൂണിറ്റി സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നേ. അതിനുശേഷം സദ്യയൊക്കെ കഴിഞ്ഞപ്പോൾ അഞ്ജുവും വിഷ്ണുവും ഞങ്ങളെ എല്ലാവരെയും അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ലോക്കൽ അഞ്ജൂസ് തട്ടുകട. 10-20 പേർക്ക് ചായ ഉണ്ടാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അത്രയും വെള്ളവും പാലും ഒക്കെ തിളച്ച് വരണ്ടേ. പോരാത്തതിന് ആദ്യത്തെ റൗണ്ട് പാല് പിരിഞ്ഞു പോവുകയും ചെയ്തു. ചായ അല്പം വൈകിപ്പോയതിൻ്റെ രോദനമാണ് ഈ കേൾക്കുന്നതൊക്കെ. ചക്കുചേട്ടൻ വേണ്ട, ഒന്ന് വാങ്ങിയതോ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ, സെറ്റ് സാരി ഉടുത്തിരുന്ന തരുണിമണികളെല്ലാം കയ്യിൽ കരുതിയിരുന്ന ഡ്രസ്സുകളിലേക്ക് മാറി. ഹാപ്പി വിഷു. അങ്ങനെ ഈ വർഷത്തെ അവസാനത്തെ പോട്ട്ലക്ക് വിഷു സദ്യയും കഴിഞ്ഞു. അങ്ങനെ മനസ്സ് നിറയെ ഈ വിഷുക്കാലത്തിൻ്റെ ഓർമ്മകളും ശേഖരിച്ച് ഞങ്ങളെല്ലാവരും സ്വന്തം വീടുകളിലേക്ക് പോയി. ആയിഷ കൊച്ചു പറഞ്ഞ പോലെ വിഷു കഴിഞ്ഞിപ്പം ഓണം ആവാറായി.
ഇപ്പോഴാണ് എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. സോറി കേട്ടോ, കുറച്ച് ലേറ്റായി പോയി. എല്ലാ പൊട്ടലക്കും കഴിഞ്ഞ് തിരക്കുകളും കഴിഞ്ഞ് ആ സദ്യകളുടെയൊക്കെ ക്ഷീണവും തീരണ്ടേ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിഷു കാഴ്ചകൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.